ഹലോ, സാറേ നൗഫല, ആ ചെക്ക് വീണ്ടും ബൗൺസ് ആയല്ലോ. ഞാനിനി എന്താ ചെയ്യണ്ടേ? സപ്ലൈസിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാ. അങ്ങനെ വന്നാ ഞാൻ ജയിലിൽ പോവും. ഡോ, അത് നടക്കില്ല. എനിക്കെന്റെ ക്യാഷ് ഇന്ന് കിട്ടണം. എന്താ നൗഫലിന് പറ്റിയേ? എന്താ ചെയ്യുക, അവൻ്റെ കോൺട്രാക്ട് കൊടുത്ത ചെക്കൊക്കെ മടങ്ങിയത്. അവനാകെ പ്രാന്തായിട്ടാണ് നടക്കണത്. നീ എന്താ വൈകി? ഹോസ്പിറ്റലിൽ പോയിരുന്നു. നൗഫലെ വാടാ. അച്ഛയ, നാട്ടിലേക്ക് ഞാൻ പൈസ അയച്ചിട്ടുണ്ട്. എത്ര മാസമായിടാ നീ അയക്കൽ തുടങ്ങിയിട്ട്? എന്തിനൊക്കെ ഒന്ന് അവസാനിക്കുക. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാവും. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നാട്ടിൽ പോയാലൊന്ന് ആലോചിക്കുക. നാട്ടിൽ പോയാലും ശരിയാവുക. നിന്റെ അമ്മ വിളിച്ചിരുന്നു. നിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ആ ആലോചനയും മുടങ്ങി. അവർക്ക് താല്പര്യമില്ലാത്ര. ഹലോ. ഹായ് മനു, സുഖാണോ? സുഖാണ്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, മീറ്റ് ചെയ്യാലോ. ഇവിടെ എത്തിയിട്ട് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ ശരി, അവിടെ വെച്ച് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛയ, ഒരു കാര്യമുണ്ട്. എന്താടാ? നാട്ടിൽ നീതു വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്. ആക്ച്വലി അയാളെന്താ ചെയ്യുന്നത്? അവൾ ഡെന്റൽ ഡോക്ടറാ നാട്ടിൽ. അത് കൊള്ളാലോ. അതെ. വരട്ടെ, കാണട്ടെ. ഇത് മോളുടെ ആണോ? ആ, താങ്ക് യു ആന്റി. യു വെൽക്കം. ഉപ്പച്ചി മതി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ആരാ മൈലാഞ്ചി ഇട്ട് തന്നേ? എന്റെ ഉപ്പച്ചിയാ ഇട്ടന്നെ. അപ്പൊ മോളുടെ മമ്മി എവിടെ? എന്നെ മോളെയും തനിച്ചാക്കി ഓള് നേരത്തെ അങ്ങോട്ട് പോയി. അയ്യോ സോറി ട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. വേണ്ടാത്തൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചോളൂ. ഒരു കുത്തുവച്ചോന്നുണ്ടല്ലോ. സോറി. അല്ലേ ചേച്ചി, ഡെന്റൽ ക്ലിനിക്ക് നോക്കാനല്ലേ വന്നേക്കണത്? പിന്നെ എന്തിനാ ആളെ കാണാൻ നിൽക്കുന്നത്? നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? ലവ്? ആളെ ഇതുവരെ കണ്ടിട്ട് കൂടിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. അച്ഛൻ എങ്ങാനും അറിഞ്ഞാലോ വലിയ കുഴപ്പമാവും. അയാളെക്കുറിച്ച് നിങ്ങളുടെ അച്ഛൻ അന്വേഷിച്ചത് സത്യമാണോന്ന് ഞാനും ഒന്ന് അറിയട്ടെ. ആളാന്ന് തോന്നുട്ടോ, വരുന്നുണ്ട്. ആള് ചുള്ളനാണല്ലോ. ചുള്ളൻ ഒന്ന് പോയേ. ഞാൻ ലേറ്റ് ആയല്ലോ. ഇല്ലില്ല, ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇതിന്റെ കസിൻസ് ആണ്. മനു. ആ. ഹായ്.
എന്നാ മനു ഇവിടെ ഇരിക്കും, Okay. ഞങ്ങളോട്ട് മാറിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ആദ്യമായിട്ടായിരിക്കും മുടങ്ങിപ്പോയ കല്യാണത്തിന്റെ റീസൺ അന്വേഷിച്ച് ഒരാൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇരുന്നു. ചാർലി അന്വേഷിച്ച് ടെസ്സ പോയ പോലെ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ എനിക്കും ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാ. താങ്ക് യു. ഞങ്ങൾ ചെറുപ്പം മുതലേ കൊൽക്കത്തയിലായിരുന്നു. അച്ഛൻ അവിടെയായിരുന്നു ജോലി. അവിടെ വെച്ച് അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി. പിന്നെ ഞങ്ങൾ നാട്ടിലോട്ട് സെറ്റിലാവുമായിരുന്നു. അവിടെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇങ്ങോട്ടൊരു വിസിറ്റിംഗ് വിസ എടുത്തത്. ഞാനിവിടെ എത്തിയപ്പോഴേക്കും അവൻ തിരിച്ച് നാട്ടിലോട്ട് പോയി. ഹലോ, ആ സതീഷ് പറടാ. ആ. മലയാളിയാണോ? അതെ. ഓക്കെ, എന്താ പ്രശ്നം? എന്താ കരയുന്നേ? കാലത്ത് എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ഓ സോറി. ഈ ബിൽഡിങ്ങിൽ തന്നെയാണോ താമസിക്കുന്നത്? അല്ല, എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഓക്കെ. അവൻ നാട്ടിൽ പോയി. ആ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വല്ല ഹെൽപ്പും വേണോ? കുറച്ച് വെള്ളം തരുമോ? ഷോ. സാബിരനാണ്. മനുവിന് എന്താ കഴിക്കാൻ വേണ്ടേ? ഓക്കെ, ഞാൻ പറയാട്ടോ. ഓക്കെ, എന്താ വെച്ചു? ചേട്ടാ ഒരു മിനിറ്റ്. ആ പറയൂ. അതെ, ആളിന്റെ നാട്ടുകാരനാണ്. പുള്ളിക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് കുഴപ്പമില്ല, ബെഡ് സ്പേസ് അറേഞ്ച് ആ, ചെയ്യാം. ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ആ അല്ലേ? ഓക്കെ, ഞാനപ്പോൾ അഡ്വാൻസ് ഇപ്പോൾ ഒരു 500 ഓ. തരേ. ഭക്ഷണം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യണോ? ആ, ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തോളൂ, ആള് വന്ന് കഴിക്കും. ശരി, ഓക്കെ ഓക്കെ. ആ, ഞാനിതപ്പോൾ ഇവിടുന്ന് ഇറങ്ങി, ഇപ്പം എത്തും. ശരി. അതെ, എനിക്ക് പോവാൻ നേരമായി, ഓഫീസിൽ പോവാൻ നേരമായി. ഞാനൊരു ഫ്രണ്ട് കൂടെ പോണേ. വണ്ടിയിൽ സേവ് ഉണ്ടോ? ആ. അപ്പൊ ശരി, ഈവനിങ് കാണാം. ഓക്കെ. ശരി എന്നാ. എങ്ങനെയുണ്ട് മനു, താമസ സൗകര്യമൊക്കെ? നല്ലതാണ്. മനുവിനൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ദ ഓഫർ ലെറ്റർ. ഇതെങ്ങനെ ഇന്റർവ്യൂ ഒന്നും ഇല്ലാണ്ട്? അതൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇതാണോ മനുവിന്റെ ഡ്രസ്സുകള്? അതെ. മനു പോകുന്നത് ഒരു നല്ല ബോസിലേക്കാണ്. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയ സൗകര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഫസ്റ്റ് ചാൻസിൽ ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അന്ന് സ്റ്റെയർ കേസിന് താഴെ സൈറെ കണ്ട മുതൽ എൻ്റെ ഭാഗ്യം തുടങ്ങി. അതെ, അതൊക്കെ ഒരു നിമിത്താ. പിന്നെ സിസ്റ്റേഴ്സിന്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? അവൾ ഡിഗ്രി കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞിരിക്കുക. ആ, അതാ നല്ലത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ മനോ, 2 വർഷം കൊണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞു, വീടും വെച്ചു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് തുണക്കെന്തായാലും ഇപ്പോൾ ഒരാൾ വേണമല്ലോ, ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? നീ പെട്ടെന്നൊരു കല്യാണം കഴിക്കാൻ നോക്ക്.
അച്ചായനോട് ഞാനിത് പറയണമെന്ന് വിചാരിച്ചേക്കായിരുന്നു. ഇവിടെ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഞാനിവിടെ വന്ന മുതൽ എന്നെ സഹായിച്ചതവളാ. എനിക്കവളെ വിവാഹം കഴിച്ച കൊള്ളുന്നുണ്ട്. പക്ഷേ അവളോട് പറയാനൊരു ധൈര്യക്കുറവ്. അത് ശരി, നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആരാള്? ഇതാണ് ആള്. ഈ കുട്ടി എനിക്ക് അറിയാമല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ, നീ വണ്ടി എടുക്കും. അച്ചായ, നിങ്ങൾക്ക് അറിയുന്ന ആളാണോ? എന്താ പ്രശ്നം? എന്താ മനു, എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ വല്ലാതിരിക്കുന്നേ? ശരി, നീ ഇവിടെ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. നീ ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഇന്ന് എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പോയില്ല. നിനക്കിവിടെ എന്താ ജോലി? ഞാനിവിടെ ഒരു കമ്പനിയില്. സൈറ, നിർത്ത്. എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നീ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. എനിക്കറിയേണ്ടത് ഞാൻ കേട്ടതൊക്കെ സത്യമാണോന്നാ. അതെ മനു, നീ അറിഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. നീ അല്ലാതെ വേറെ ആര് വിളിച്ചാലും ഞാൻ അവരുടെ കൂടെ പോവും. എന്താ മനു, തല്ലുന്നില്ലേ? സൈറ, എന്തിനു വേണ്ടിയായിരുന്നു? കാശിന് വേണ്ടിയായിരുന്നോ? ഇപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല മനു. ആരോരുമില്ലാത്ത ഏതൊരു പെൺകുട്ടിയും ഈ ഫീൽഡിൽ എത്തിപ്പെടാൻ ഒരു ചതിയുടെ കഥയുണ്ടാവും. നിന്റെ ഈ ജോലി പോലും എൻ്റെ ഈ ജോലിയുടെ ഭാഗമായി കിട്ടിയതാണ്. നിന്റെ ബോസിന്റെ മകൻ ജിഷ്ണുവിന്റെ കൂടെയായിരുന്നു ഞാൻ കുറച്ചു കാലം. സൈറ, എൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ ഇതിലുണ്ട്. നിന്നെ ഇനി തൊഴിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. നീ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യണം. അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. ഇത് ഞാൻ എനിക്കിരുന്ന വാക്കാണ്. ഇനി കരയരുത്. ഇനി നാട്ടിൽ ചെന്നിട്ട് നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ അച്ചയ, ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. നിങ്ങളിങ്ങോട്ട് വാ. ശരി. മനു, പിന്നീട് സൈറ വിളിച്ചില്ലേ? 2 വർഷത്തോളം അവളെക്കുറിച്ച് യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്ത ചെക്ക് പോലും മാറിയിട്ടില്ല. പിന്നീട് 4 മാസം മുമ്പ് എൻ്റെ ഫോണിലോട്ടൊരു കോൾ വന്നു. സോറി മനു, നീ എന്നോട് ക്ഷമിക്കേ. എന്തിനാ നീ വന്ന്? കാര്യം പറ. ക്യാൻസറോ? നിനക്കോ? അതെ, ലാസ്റ്റ് സ്റ്റേജാണ്. വിരലിൽ എണ്ണപ്പെട്ട ദിവസങ്ങളെ ഇനി എനിക്ക് ബാക്കിയുള്ളൂ. മരണത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ മനുവിന് അറിയാത്തൊരു കാര്യമുണ്ട്. എനിക്കൊരു മോളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫാമിലിയാണ് അവളെ നോക്കുന്നത്. പക്ഷെ ഞാൻ പോയാൽ അവളെ അവർ ഉപേക്ഷിക്കുമോന്നാണ് എൻ്റെ പേടി. ഇപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. നീ കരയല്ല സൈറ, പ്ലീസ്. മനല്ലാതെ ഇവിടെ ആരും എനിക്ക് സഹായം അഭ്യർത്ഥിക്കാനില്ല. എനിക്ക് തീരെ വയ്യ.
അതിനുശേഷം സൈറ ഹോസ്പിറ്റലൈസ്ഡായി. ഒരാഴ്ച മുന്നേ സൈറ മരണപ്പെട്ടു. അപ്പോ സൈറയുടെ മോളോ? എൻ്റെ ഫ്രണ്ടാണ് എന്താ മോളുടെ പേര്? ഡയാന. ഇതെല്ലാം റിസ്ക് അല്ലേ മനു? ഒരു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തനിച്ച് നോക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? അത് ഞാൻ തനിച്ചല്ലല്ലോ. 2 അനിയത്തിമാരെ പ്രസവിച്ച് വലുതാക്കിയ അമ്മയുണ്ട് വീട്ടിൽ. എന്നാ ശരി മനു, കാണാനും പരിചയപ്പെടാനും പറ്റിയത് സന്തോഷം. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സകുടുംബത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സകുടുംബത്തിൻ്റെ ഓരോ എപ്പിസോഡിലും ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്താറുണ്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം സംസാരിച്ചു കൊണ്ടിരുന്നത് വളരെ പ്രശസ്തമായ ഒരു വിവാഹത്തെക്കുറിച്ചാണ്. അതെ, മനുവും നീതുവും ഇന്ന് സകുടുംബത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട് അവരുടെ കഥകൾ നിങ്ങളെ അറിയിക്കാനായിട്ട്. വെൽക്കം ടു ദ ഷോ. മനു ആൻഡ് നീതു ഡയാന. വളരെ ചർച്ചയായിരുന്നു നിങ്ങളുടെ ഒരു വിവാഹത്തെക്കുറിച്ച്. എങ്ങനെയായിരുന്നു മനു ഈ ഒരു വിവാഹത്തിലേക്ക് എത്തപ്പെട്ടത്? ഞാനിവിടെ എത്തിയത് മുതൽ എന്നെ സഹായിക്കുകയും ജോലി വാങ്ങിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഓക്കെ. ആളുടെ മോളാണ് ഡയാന. ആഹാ. ആള് ക്യാൻസർ ബാധിച്ച് മരിച്ചു. ഓക്കെ. അപ്പോൾ അതിനുശേഷം മോളെ ഞാൻ അഡോപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് ഈ ഒരു വിവാഹത്തിലേക്ക് മനുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെ അതെ. അതിനുശേഷം എല്ലാം അറിഞ്ഞുകൊണ്ട് നീതു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നീതു പൊതുവെ സമൂഹത്തിൽ എല്ലാവരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ആലോചന വന്നപ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് നീതു എത്താനായിട്ടൊരു കാരണം ഉണ്ടായത് എന്താണ്? ശരിക്കും കല്യാണം വീട്ടുകാരായിട്ട് തീരുമാനിച്ചായിരുന്നു ആദ്യം. പിന്നെ മനുവിനൊരു മോളുണ്ടെന്ന് അറിഞ്ഞപ്പം അവർ തന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ എനിക്കൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വരേണ്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഒന്ന് അറിയാം, എന്നിട്ടൊരു ഡിസിഷൻ എടുക്കാമെന്ന്. അപ്പം മനുവിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ വിശദമായി മനു പറഞ്ഞു. ഒക്കെ അറിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു ഡയാനയുടെ അമ്മയാവാമെന്ന്. പിന്നെ വീട്ടുകാർക്കും നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിപ്പിക്കേണ്ടി വന്നു. യെസ്, എന്തായാലും വളരെ നല്ല കാര്യം. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സമൂഹം ഏറ്റവും മടിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ദത്തെടുക്കുക, അല്ലെങ്കിൽ വിവാഹശേഷം കുട്ടികൾ ഉണ്ടാകുകയില്ല എന്നുറപ്പുള്ളപ്പോൾ മാത്രം ദത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പക്ഷേ ഡയാനയ്ക്ക് വേണ്ടിയിട്ട് നീതു കാണിച്ച ആ വലിയൊരു മനസ്സ് തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നതാണ്. എന്തായാലും നിങ്ങളുടെ വിവാഹവും അതുപോലെ തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ഈ 2 വ്യക്തികളും സമൂഹത്തിന് മുമ്പിൽ ഒരു മാതൃകയായി മാറട്ടെ.